പാലം നിർമ്മിക്കാൻ പദ്ധതിയിടുമ്പോൾ ഒരു ഏണിക്ക് കൂടി പണം അനുവദിക്കണം. എന്തിനാണെന്നല്ലേ? അങ്ങനെ ഒരു പാലമുണ്ട് അടൂർ ഏനാദിമംഗലം പഞ്ചായത്തിലെ പുതങ്കരയിൽ. 100 കണക്കിന് കുടുംബങ്ങൾക്ക് പ്രധാന പാതയിലേക്ക് എത്താൻ 25 ലക്ഷം രൂപ ചെലവഴിച്ച് 2 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചതാണ് പുതങ്കരയിലെ കനാൽ പാലം. എന്നാൽ അപ്രോച്ച് റോഡ് നിർമ്മിക്കാത്തതിനാൽ പാലത്തിൽ കയറണമെങ്കിൽ ഏണി തന്നെ വേണം. ജനീഷ് കുമാർ MLA അല്ലേ? ഒരു ഏണി കിട്ടും. ഇവിടെ പൂതങ്കരയിൽ MLA ഫണ്ടിൽ ഉപയോഗിച്ചൊരു പാലമുണ്ട്. ആ പാലം കയറി അപ്പുറത്തേക്ക് പോകാൻ ഒരു ഏണി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഒരു ഏണി ഒന്ന് അനുവദിക്കാനുള്ളൊരു മനസ്സുണ്ടാവണം. കോന്നി MLA KU ജനീഷ് കുമാറിനെ കളിയാക്കിയതല്ല. അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലത്തിലെ ഏനാദിമംഗലം പഞ്ചായത്തിൽ പൂതങ്കരയിൽ കല്ലട ജലസേചന പദ്ധതി കനാലിന് കുറുകെ MLA ഫണ്ടിൽ നിന്ന് 25 ലക്ഷം മുടക്കി പണിത ഈ പാലത്തിൽ നിന്ന് മറുകരയിൽ ഇറങ്ങണമെങ്കിൽ ഏണി തന്നെ വേണം. 6 കൊല്ലം ഇവിടെ ഇങ്ങനെ കിടന്നു. ഇപ്പൊ 7ാമത്തെ കൊല്ലം അടൂക്കാർ വന്നതിന്റെ പുറത്ത് അവർ ഇത്തിരി വീണ്ടും വന്നു. അതവിടെ പിന്നെ ഇട്ടു. ഞങ്ങൾക്ക് ഇതിന് ആവശ്യമാണ്. ഞാൻ വന്നിട്ട് ഇവിടെ 48 കൊല്ലമായി ഞാൻ ഇവിടെ താമസത്തിന് വന്നവളാ. വഴിയും പിഴയില്ലാതെ ഇങ്ങനെ നടക്കാൻ ഞങ്ങൾ എണീക്കാൻ വയ്യാത്ത കളവികളും കളവന്മാരും കുഞ്ഞുങ്ങളും ഇതിലേക്കൂടെ നടക്കേണ്ടത്. രാത്രി എത്ര എണ്ണം ഇതിനകത്ത് ഈ കുഴിക്കകത്ത് വീണാറുണ്ടോന്നറിയാവോ? ഈ കുഴിയിൽ. അതുകൊണ്ട് നിങ്ങൾ എന്തോത്തിന് പോയാലും ഞങ്ങൾക്ക് വഴി കിട്ടിയേ മതിയാവും. നിർബന്ധപരിക അറിയാം. തന്നെ ഞങ്ങൾ വടക്കേക്കര ഫോണിൽ കിടക്കുന്നവരെ ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഈ പാലം ആവശ്യമുള്ള കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത്. വടക്ക് പ്ലാന്റേഷൻ കോർപ്പറേഷൻ ആൾക്കാരൊക്കെ ഇല്ലേ? ഇപ്പൊ ഞങ്ങളിപ്പോ വരണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുറ്റി കറങ്ങിയാ വരണ്ടെന്നേ. ഇപ്പൊ ഈ ഒരു പാലം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നേരെ അങ്ങ് പോകാം. നേരെ ഞങ്ങളുടെ ഏരിയയിലോട്ട് കയറാം. അപ്പൊ ഇതില്ലാത്ത പക്ഷേ ഇത് കുറെ നാളുകൾ ഈ അമ്മമാർ പറഞ്ഞത് തന്നെയാണ് ഇവരുടെ ആവശ്യം. 100 കണക്കിന് കുടുംബങ്ങൾക്ക് പ്രധാന റോഡിലേക്ക് എത്താൻ ആശ്രയമാകേണ്ട പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മിക്കുന്ന കാര്യത്തിലാണ് ഇപ്പോഴും വ്യക്തതയില്ലാത്തത്. 2022 നവംബർ 15-നാണ് കനാൽ പാലം ഈ രൂപത്തിൽ പൂർത്തിയാക്കിയതെന്ന് ജനപ്രതിനിധികളുടെ പേരുകൾ ഉൾപ്പെടെ കൊത്തിവെച്ച ഈ ഫലകം സാക്ഷി പറയുന്നു. അപ്രോച്ച് റോഡ് നിർമ്മിക്കാൻ ഗ്രാമപഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും കളക്ടറേറ്റിലുമൊക്കെ ഇവിടുത്തുകാർ കയറി ഇറങ്ങി മടുത്തു. ഒടുവിൽ നാട്ടുകാരുടെ ശല്യം സഹിക്കാൻ വയ്യാതെ ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്ത് 38 ലക്ഷം രൂപ മാറ്റിവെച്ചു എന്ന് പറയാൻ തുടങ്ങിയിട്ടും കാലം കുറയായി. അപ്രോച്ച് റോഡ് പൂർത്തിയാക്കാത്തതുകൊണ്ട് മറുകരയിലേക്ക് എത്താൻ ഒരടി പോലും വീതിയില്ലാത്ത ഈ ചെറുപാത ഉപയോഗിക്കുന്നതുകൊണ്ട് അപകടവും ഏറുകയാണ് ഇവിടെ. കോടികൾ മുടക്കുന്ന വമ്പൻ പദ്ധതികളൊന്നും ഇവർക്ക് വേണ്ട. കേവലം ഒരു പഞ്ചായത്ത് മെമ്പർ വിചാരിച്ചാൽ പോലും പരിഹരിക്കാവുന്നതാണ് ഇവരുടെ പ്രശ്നം. ജനം, പത്തനംതിട്ട.